ഹലോ, എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരം അതിൻ്റെ നിയമങ്ങളൊക്കെ അങ്ങ് മാറ്റി എഴുതുന്നതായിട്ട്? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ചിലപ്പോ പഴയതുപോലെ ഒരു എനർജി തോന്നുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ ഈ വണ്ണം കുറയ്ക്കാൻ എന്തൊരു പാടാണെന്ന് തോന്നാറില്ലേ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് നമ്മളിൽ ഒരുപാട് പേർ അനുഭവിക്കുന്നൊരു സാധാരണ മാറ്റം മാത്രമാണ്. പക്ഷേ ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ട. നിങ്ങളുടെ ശരീരം ദുർബലമാവുകയൊന്നുമല്ല, മറിച്ച് അത് പുതിയൊരു ബ്ലൂ പ്രിന്റ് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെന്ന് മാത്രം. അപ്പോൾ ശരി, നമുക്ക് ഈ പുതിയ പ്രവർത്തന രീതി എന്താണെന്നൊന്ന് നോക്കിയാലോ? അപ്പോൾ ശരി, നമ്മുടെ ശരീരത്തിനുള്ളിലെ ഈ യാത്ര എവിടെന്ന് തുടങ്ങുന്നത്? അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ദഹനത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഈ മാറ്റങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ വായിൽ നിന്നു തന്നെയാണ്. ഉമിനീര് കുറയുന്നു, ആമാശയത്തിലെ ആസിഡിന്റെ അളവും കുറയുന്നു. ഇത് രണ്ടും ഭക്ഷണത്തിന്റെ ആദ്യഘട്ട വിഘടനത്തെ, അതായത് ബ്രേക്ക് ഡൗണിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ശാസ്ത്രീയ നാമമൊക്കെയുണ്ട്: ഹൈപ്പോക്ലോർഹൈഡ്രിയ. ഈ വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് വളരെ സാധാരണമായ ഒന്നാണ്. പ്രായം കൂടുമ്പോൾ നമ്മുടെ ആമാശയത്തിലെ ആസിഡ് കുറയുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആസിഡ് കുറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, പ്രോട്ടീൻ ശരിക്ക് ദഹിക്കാതെ വരും. രണ്ട്, അതിലും പ്രധാനമായി നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ കാൽഷ്യം, ഇരുമ്പ് പോലുള്ള ധാതുക്കൾ വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ദഹനവ്യവസ്ഥയിലൂടെ കുറച്ചുകൂടി മുന്നോട്ടു പോകാം, അല്ലേ? ആമാശയം കഴിഞ്ഞാൽ കുടലിലൂടെയുള്ള ഭക്ഷണത്തിന്റെ പോക്കും കുറച്ച് സ്ലോ ആകും. പോരാത്തതിന് ദഹനത്തിന് സഹായിക്കുന്ന പാൻക്രിയാറ്റിക് എൻസൈമുകളുടെ ഉൽപ്പാദനവും കുറയും. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ദഹനത്തിന്റെ കാര്യക്ഷമത മൊത്തത്തിൽ കുറയും. നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത്. അതായത് പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന നിർണായകമായ ഘട്ടം. പ്രായം കൂടുന്നതോറും ഈ വഴിയൊരു കുപ്പിക്കഴുത്തുപോലെ ഇടുങ്ങിയതായി മാറും. അതായത് ചില പ്രധാനപ്പെട്ട പോഷകങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറിപ്പറ്റാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ പേശികൾക്ക് വേണ്ട പ്രോട്ടീൻ, എല്ലുകൾക്ക് വേണ്ട കാൽസ്യം, ഊർജ്ജത്തിന് വേണ്ട വിറ്റാമിനുകൾ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടായാൽ പോലും ശരീരത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങും. ഈയൊരു താരതമ്യം നോക്കൂ, അപ്പോൾ കാര്യം ശരിക്കും പിടികിട്ടും. ചെറുപ്പത്തിൽ നമ്മുടെ ആമാശയത്തിലെ ആസിഡ് വിറ്റാമിൻ B12നെ ഭക്ഷണത്തിൽ നിന്ന് ഈസിയായി വേർതിരിച്ചെടുക്കും. എന്നാൽ പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രോസസ്സ് മൊത്തത്തിൽ തടസ്സപ്പെടും. അത് ചിലപ്പോൾ B12ന്റെ കുറളിന് കാരണമായേക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ശരീരം അതിൽ നിന്ന് എത്രത്തോളം പോഷകങ്ങൾ വലിച്ചെടുക്കുന്നു എന്നതിലാണ് കാര്യം. പ്രായമാകും തോറും ഈ വെല്ലുവിളി കൂടിക്കൂടി വരും. ഇതുവരെ നമ്മൾ കണ്ട ഈ ചെറിയ നിസ്സാരമെന്ന് തോന്നുന്ന ആന്തരിക മാറ്റങ്ങൾ എങ്ങനെയാണ് കാലക്രമേണ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. ഈ പട്ടിക നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ആന്തരിക മാറ്റവും എങ്ങനത്തെ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണത്തിന്, പ്രോട്ടീൻ ആഗിരണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പേശികളുടെ ബലം കുറയും. അതുപോലെ കാൽഷ്യം, വിറ്റമിൻ ഡി എന്നിവയുടെ കുറവ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ഈയൊരു ഉദ്ധരണി ഇതിന്റെ ഗൗരവം ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ എത്ര നന്നായി ഭക്ഷണം കഴിച്ചാലും ശരീരം അത് ശരിയായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വിഷമിക്കേണ്ട, ഇതൊരു അവസാനമല്ല. ഈ മാറ്റങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം, നമ്മുടെ ശരീരവുമായി എങ്ങനെ പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ തളർച്ചയല്ല, പൊരുത്തപ്പെടലാണ് പ്രധാനം. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ലക്ഷ്യം പ്രായമാകുന്നതിനെ തടയുക എന്നതൊന്നുമല്ല. അത് നടക്കില്ല. മറിച്ച് ശരീരത്തിന്റെ ഈ പുതിയ പ്രവർത്തന രീതിയെ മനസ്സിലാക്കി അതിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ 3 സിമ്പിൾ വഴികൾ. 1. പേശികളുടെ ആരോഗ്യം നിലനിർത്താൻ നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ ധാരാളം കഴിക്കുക. 2. വിറ്റാമിൻ B12, ഡി, കാൽസ്യം പോലുള്ള അത്യാവശ്യ പോഷകങ്ങൾ ഭക്ഷണത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 3. നാരുകളടങ്ങിയ ഭക്ഷണവും ധാരാളം വെള്ളം കുടിക്കുന്നതും ചിട്ടയായ വ്യായാമവും നമ്മുടെ ദഹനത്തെ ഒരുപാട് സഹായിക്കും. അതായത് നിങ്ങളുടെ ശരീരത്തിന്റെ ഈ പുതിയ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിനെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അറിവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഈ പുതിയ അറിവുകളുമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിന്റെ ഈ പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.